ഹലോ ഗൈസ്, എല്ലാവർക്കും യേശുപിടിയുടെ ദുബായിലെ രണ്ടാമത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്നലെ കുറച്ച് ടാസ്കൊക്കെ ആയിരുന്നു, റൂമും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ ദിവസം രാവിലെ ഫുഡ് കഴിക്കാനായിട്ട് അടുത്ത് തന്നെയുള്ള അജിനാസ് റെസ്റ്റോറൻറ്റ് വന്നിരിക്കുകയാണ്. പുറത്താണ് ഇരിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ട് പൊറോട്ടയും ഒരു ഇതിനാണ് കടലക്കറിയും. എനിക്ക് പറയാൻ പാടില്ല, എന്താ പറഞ്ഞായിരുന്നു, രണ്ടും കൂടെ മൂന്ന് തരമെന്ന് പറഞ്ഞേക്കുന്നത്. അതൊക്കെ പഠിച്ചു വരുന്നുള്ളൂ സത്യത്തിൽ. പിന്നെ ഇന്ന് മൊത്തം കുറച്ച് അറിയാനുണ്ട്. ഈ ഏരിയ മൊത്തം അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാമെന്ന് വിചാരിക്കുന്നു. സോ അതായിരിക്കും ഇന്നത്തെ ഏകദേശം ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ. സോ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞു. 2 പൊറോട്ടയും വെള്ളക്കടലയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ചായയും കുടിച്ച് അത് കഴിഞ്ഞ് ഇപ്പോൾ ഒരു അടുത്തുള്ളൊരു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ സ്ട്രീറ്റിൻ്റെ പേര് അൽ ഗുബൈബ എന്നാണ്. അപ്പോൾ അതിൻ്റെ അടുത്തുള്ളൊരു മോളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിമ്മിൻ്റെ കുറച്ച് വിഷയമുണ്ട്. ഇവന് വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഹലോ 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 ഗോപാലകൃഷ്ണ, കേൾക്കാമോ? ഇല്ല കേൾക്കുന്നില്ല. ഹലോ, ഉറച്ചു പറ, കേൾക്കുന്നില്ല. ഓക്കെ, അങ്ങോട്ട് വിളിക്കാൻ പറ്റും അല്ലേ? അങ്ങോട്ട് വിളിക്കാം, പക്ഷെ നമ്മളെ കോൾ വരണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് മിസ് കോൾ. അങ്ങനെ എന്തൊക്കെയോ ഒരു ഇഷ്യൂ. ഇപ്പൊ എന്റെ സിമ്മ് ഞാൻ എടുത്തിട്ടതേ ഉള്ളൂ. ഒരു 10 GB 24 hours എങ്ങാണ്ട് കിട്ടുന്നൊരു സാധനമാണ്. വിസിറ്റ് മിസ് ആയതുകൊണ്ട് അപ്പോൾ ഇവൻ്റെ ഈ കാര്യം ഒന്ന് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുക. ചൂടാണ്. ഇങ്ങനത്തെ ഒരു സാധനം കയ്യിലില്ലെങ്കിൽ ഇവിടെ പെടും. സാധനമൊക്കെ തേച്ച്, സൺസ്ക്രീമും മറ്റേ സാധനമൊക്കെ തേച്ചെന്ന് പറഞ്ഞാലും വിഷയമാണ്. അത് കുറേ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. എന്നാലും പറയുകയാണ്, ചൂട് വിഷയമാണ് ഇവിടെ. അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം കൈ കരുതിയൊക്കെ വരുമ്പോൾ ആരാണത്. ഓക്കെ, ഇതാണ് നമ്മുടെ സ്ട്രീറ്റ്. ഇപ്പോൾ ഇവിടെ ചുമലയാണ്. ഇവിടെ വന്നവർക്കും ഇവിടെ പറ്റി അറിയാവുന്നവർക്കൊക്കെ അറിയാം. ചുമല കണ്ട ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകാൻ പറ്റത്തില്ല. ഓക്കെ, ഇപ്പം നമുക്കിവിടെ ഇവിടെ ഒരു സ്വിച്ച് ഉണ്ട്. സ്വിച്ച് നോക്കി നമുക്ക് പെട്ടെന്നൊന്നും ആകത്തില്ല, എന്നാലും ആകുന്ന രീതിയിൽ നമുക്ക് നടക്കാനുള്ള, ക്രോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പച്ച ആകുന്ന ഒരു സാധനം ഇവിടെ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. സോ പച്ചയായി, ഇനിയും ക്രോസ് ചെയ്യുക. ഇപ്പം നമ്മുടെ ഭാഗത്താണ് റൂള് മൊത്തം. നമ്മളങ്ങനെ മുകളിനകത്ത് കയറി. സിമ്മിൻ്റെ കാര്യമൊന്നും നടന്നില്ല. സിമ്മിൻ്റെ കാര്യം ഇനിയും വേറെ അടുത്ത് നോക്കണം. അപ്പം ഒരു ബ്രഷ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ബ്രഷ് അപ്പം ബ്രഷിൻ്റെയൊക്കെ റേറ്റ് കണ്ടോണം. ഒരു പാക്ക് ഓഫ് 6-നൊക്കെ 10 AD, ബാക്കി വരുന്നതിനൊക്കെ 30 AD. ഈ ഇതിൻ്റെ സാധനത്തിന് 30 AD. അതുണ്ടോ, ഓൾമോസ്റ്റ് എല്ലാത്തിനും ഈ ഒരു റേറ്റാണ് വരുന്നത്. കണ്ടോ, 14, 16, 15, 10. നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുന്ന എല്ലാവരും പറയും. പക്ഷേ എന്ത് ചെയ്യാനാണ്, നോക്ക് തേണ്ടിരിക്കുന്നു. രാവിലെ തന്നെ ബ്രഷ് താഴെ കളഞ്ഞിട്ട് ഇരിക്കുന്നതുണ്ടോ. അത് വേറെ എവിടെ ഒന്നുമല്ല, ബാത്റൂമിൽ തന്നെ ഇടണം. കയ്യിൽ നിന്ന് പോയി, പിന്നെ പറഞ്ഞ കാര്യമില്ല, നോക്കണം. അങ്ങനെ ഒരു വള്ളി രാവിലെ തന്നെ കിട്ടി. സോ ആ വള്ളി തീർക്കാനുള്ള കഷ്ടപ്പാടിലാണ് ഇപ്പോൾ. പിന്നെ അടുത്ത പരിപാടി, സിമ്മ് നടന്നില്ല. ഓക്കെ, നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിക്കൊണ്ടിരിക്കത്തേ ഉള്ളൂ. സോ അങ്ങനെ അവനൊരു ബ്രഷ് പിടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. 3 AD കൊടുത്ത് അല്ല 3 അല്ലേ? ഓക്കെ, 3 AD കൊടുത്തൊരു ബ്രഷ് മേടിച്ചുകൊണ്ട് ഇപ്പോൾ നേരെ മെട്രോ സ്റ്റേഷനിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിനാണ് ഇവിടെ വന്നിട്ട് ഒരു ദിവസമായിട്ടുള്ളൂ. അപ്പോൾ നോൾ കാർഡ് സെറ്റ് ചെയ്യണം. എല്ലായിടത്തും ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ളതല്ലേ. അപ്പോൾ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ, പിന്നെ ഓ, അങ്ങനെയൊക്കെ അങ്ങോട്ട് പോണു. വേറെന്താ ഇങ്ങനെയൊക്കെ സുഖം. വണ്ടിക്ക് ഇതൊന്നും കാണത്തില്ലടാ, നമ്മളെടാ കാണത്തുള്ളടാ. പിന്നെ മോന്തേടാ കണ്ടോണ്ടിരിക്കുന്നത്. സോറി. ദുബായ്. പക്ഷെ ഇത് സത്യം പറഞ്ഞ ദുബായിയുടെ വേറെ സൈഡാ കേട്ടോ. ഇത് ഓൾഡ് ദുബായ് ആണ്. ദുബായ് അല്ല, പണ്ടത്തെ ദുബായ് ആണ് നമ്മളിപ്പോൾ എക്സ്പ്ലോർ ചെയ്തോണ്ടിരിക്കുന്നത്. പണ്ടത്തെ ദുബായാണ്. പുതിയ ദുബായ് അങ്ങോട്ട് മാറി ചിന്തിക്കണം. ഇവിടെ ഇപ്പോ പോകുന്ന പോലെ നമ്മൾ
ദുബായിയുടെ സെൻട്രൽ പൊസിഷൻ അല്ലാതെ നമ്മൾ സത്യം പറഞ്ഞാൽ അന്വേഷിക്കുകയാണ്. കാശുണ്ട്. ഇപ്പം ദുബായ് മാത്രമല്ല ഏതൊരു രാജ്യവും സെറ്റാണ്. അപ്പം പ്രത്യേകിച്ച് ദുബായ് എന്ന് പറയാൻ കാശുണ്ടായാൽ നിങ്ങൾ സെറ്റാണ്. കാശുണ്ടോ ഇവിടെ സ്വർഗമോ സത്യം പറഞ്ഞാൽ ഇവിടെ കാശ് ചിന്തിക്കേണ്ട ആവശ്യമില്ല. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ കാശുണ്ടെങ്കിൽ ഒരു സീനും ഇല്ല. അപ്പം നമ്മളിങ്ങനെ പിടിച്ച് നോക്കണ്ടേ. നമ്മളെ അങ്ങനെ മെട്രോ സ്റ്റേഷനോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചുണ്ട് അറിയത്തില്ല. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. എല്ലാം ആവശ്യമുള്ള പരിപാടിയല്ലേ. പ്ലാറ്റ്ഫോം നമ്പർ 1 ഇത് കുറേ ഉണ്ട് കേട്ടോ. അവിടെ എത്തിയിട്ട് ബാക്കി നോക്കാവേ. തിരക്കി കണ്ടുപിടിക്കണം. സോ ഗൈസ്, നിങ്ങളപ്പം മെട്രോ സ്റ്റേഷനിൽ വന്നിട്ട് നോൾ കാർഡ് സെറ്റ് ചെയ്തു. ഇതാണ് പുതിയ നമ്മുടെ നോൾ കാർഡ്. മേടിച്ചപ്പോൾ എത്ര എത്ര 25 25 AED കൊടുത്തിട്ടാണ് സാധനം സെറ്റ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ബാലൻസ് ഒരു 19 കാണിക്കും. എല്ലാം എളുപ്പമാണ്. അവിടെ ചെന്ന് നമുക്ക് അതിൻ്റെ ബാലൻസ് ചെക്ക് ചെയ്യാം. ജസ്റ്റ് ഒന്ന് മെട്രോയുടെ സ്റ്റേഷനടുത്ത് തന്നെ നോൾ കാർഡ് ചുമ്മാ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്ന ATM ഉണക്കുന്ന മെഷീൻസ് കാണും. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ എന്തായിരുന്നു നോൾ കാർഡ് ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാലൻസ് അറിയാൻ പറ്റും. പിന്നെ നിങ്ങൾക്ക് റീചാർജ് ചെയ്യണമെങ്കിൽ അവിടെ തന്നെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ പിന്നെ ഒരു 50 AED റീചാർജ് ചെയ്തു അവിടെ തന്നെ. അത് നമ്മുടെ നാട്ടിലെ ATM മെഷീനുകൾക്ക് തന്നെ നമ്മൾ പൈസ ഇടുന്ന പോലെ തന്നെ ഇവിടെയും വന്നിട്ട് നമുക്ക് പൈസ ഇടാം. അപ്പം നോൾ കാർഡിനകത്ത് പൈസ ആഡ് ഓൺ ആക്കുന്നതാണ്. അത് താഴെ എഴുതി കാണിക്കുന്നതായിരിക്കും. ഇനി അടുത്ത് തന്നെ ഇടാം. അടുത്ത് തന്നെ നമ്മൾ സിമ്മിൻ്റെ കാര്യത്തിലുള്ള പോവാം. ഡുവിൻ്റെ സിമ്മിൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കണം. ഓക്കെ. സോ ഗൈസ്, അപ്പം ഇപ്പോൾ നമ്മൾ സിമ്മിൻ്റെ കാര്യം തിരക്കാൻ പോയപ്പോൾ പറഞ്ഞോളാം. നമുക്ക് 2 മാസത്തേക്ക് നമുക്ക് വിസ കിട്ടും. നമ്മുടെ വിസ പീരീഡിലേക്ക് നമുക്ക് സിം എടുക്കാൻ പറ്റും. നമുക്ക് കിട്ടുന്ന സിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 മാസം കഴിയുമ്പോൾ കട്ടായി പോകുന്ന സിമ്മാണ്. അപ്പോൾ അത് നമ്മൾ എടുത്തിട്ട് നമുക്ക് പ്രത്യേകിച്ച് കാര്യമില്ല. മീൻസ് റീചാർജ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ വിസയും ഒറിജിനൽ പാസ്പോർട്ടും കൊടുത്തിട്ട് നമുക്കിപ്പോൾ ഇതിപ്പോൾ സിറ്റീസിൻ്റെ മാളാണ്. അപ്പോൾ ഇവിടെ ഡൂവിൻ്റെ ഒക്കെ ഓഫീസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഓഫീസസിൽ പോയിട്ട് അവർക്ക് നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും വിസയും കൊടുക്കുകയെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് സിം എടുത്ത് തരും. ഇത് നമുക്ക് 2 മാസം കഴിയുമ്പോൾ കട്ടാവും. ഇതും കട്ടാവും. വിസ പീരീഡ് കഴിയുമ്പോൾ ഇതും കട്ടാവും. പക്ഷേ ഈ സാധനം നമുക്ക് പിന്നെ നമുക്കിപ്പോൾ വിസ എക്സ്റ്റൻഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ എടുക്കുകയെന്നുണ്ടെങ്കിൽ ആ ഒരു എക്സ്റ്റൻഷൻ്റെ ഡോക്യുമെൻറ്റ്സ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഇവർ ആ സിം നമുക്ക് പിന്നെ എടുത്ത് തരും. മീൻസ് നമ്മളിപ്പോൾ റെസ്യൂമിലോ കാര്യങ്ങൾക്കെല്ലാം നമ്മളിപ്പോൾ ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ ഒരു സിം കട്ടാവാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. അപ്പോൾ അതാണ് ഇങ്ങനെ സിം എടുത്തുള്ള ഗുണം. 2 മാസത്തെ വിസയ്ക്ക് ഇവിടെയൊക്കെ വന്നവർ 2 മാസം കഴിഞ്ഞ് ജോലിയും കിട്ടി. 2 മാസത്തിനുള്ളിൽ ജോലി കിട്ടി. അപ്പോൾ ആ സമയത്ത് അവിടുത്തെ നമുക്ക് ഇത് കിട്ടുമല്ലോ. അപ്പോൾ ആ ഡീറ്റെയിൽസ് കൊണ്ട് കൊടുത്താൽ നമ്മുടെ പാസ്പോർട്ടും ആ ഡീറ്റെയിൽസും കൊണ്ട് കൊടുത്താൽ സെയിം നമ്പറിൽ തന്നെ നമുക്കത് കട്ടായാൽ തന്നെ ആ നമ്പർ പോകാതെ തന്നെ ആ നമ്പറിൽ തന്നെ ബാക്കി പ്ലാൻസ് നമുക്ക് കിട്ടുന്ന രീതിയിൽ നമുക്ക് സെറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. പിന്നെ പാസ്പോർട്ടിൽ നമ്മുടെ എയർപോർട്ടിൽ വന്നു കഴിഞ്ഞ് നമുക്കൊരു ഫ്രീ സിം കിട്ടുമല്ലോ. ആ ഫ്രീ സിമ്മിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരു മിനിറ്റ്. ആദ്യമേ പറഞ്ഞിട്ടായിരുന്നു 24 മണിക്കൂർ 10 GB ഉള്ളൂ. പിന്നെ ഇവിടുത്തെ നമ്മുടെ ഒരു കൂട്ടുകാരനോടൊക്കെ ചോദിച്ചപ്പോൾ GB കണക്ക് എവിടെ നോക്കിയാലും വൈഫൈ ആണ്. എവിടെ നോക്കിയാലും വൈഫൈ ഉണ്ട്. GB കണക്ക് അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അധികം പെട്ടെന്ന് പോകത്തില്ല. 5G ഒക്കെ ആണെങ്കിൽ തന്നെ അങ്ങനെ പോകത്തില്ലെന്നാണ് അവൻ പറഞ്ഞത്. സോ ഇത് കിട്ടിക്കഴിഞ്ഞാൽ എയർപോർട്ടിലെ സിമ്മ് ആ ഒരു ഇതിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണം അടുത്ത സിം എടുക്കാം. നിങ്ങളുടെ വിസയും പാസ്പോർട്ടും കൊടുത്താൽ മതി. അതാണിപ്പോൾ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിടെ പോയി പാസ്പോർട്ട് എടുത്തിട്ടില്ല. പാസ്പോർട്ട് കോപ്പി മാത്രമേ ഉള്ളൂ. വിസയുടെ കോപ്പിയൊക്കെ ഇരിക്കുന്നുള്ളൂ. അപ്പോൾ തട്ടിപ്പോയിട്ട് അതും എടുത്ത് ഒരു സിം എടുക്കാമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നോൾ കാർഡ് ഇപ്പോൾ പറഞ്ഞ നോൾ കാർഡ് സെറ്റ് ചെയ്തു. 50 AED പറഞ്ഞ പോലെ 50 AED റീചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയൊക്കെ ഉള്ളൂ. ഇത് ഓരോന്നോരോന്ന് ഇങ്ങനെ പഠിച്ച് വരുന്നു. ഇത്രയൊക്കെ ഉള്ള ദുബായ് കുറേ കാണുന്നില്ല. ഇതാണ് ദുബായ്.
സോ ചെറിയൊരു നൈറ്റ് വാക്കിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നതാണ്. രാത്രിയിലത്തെ ദുബായ് കണ്ടോളൂ. ഹംറം കണ്ടോ, എൻ്റെ പുറകെ കിടന്ന വണ്ടിയൊക്കെ കണ്ടോ. ഇതൊക്കെ വെറുതെ ചുമ്മാ നടന്ന നമുക്കിവിടെ അതുപോലെയാണ്. ആർക്കും ഒരു വരയില്ല. അതെ, നാട്ടിൽ ഭയങ്കര ഇതായിട്ട് കാണുന്ന വലിയ സംഭവമായിട്ട് കാണുന്ന നമ്മൾ വലിയ വണ്ടികൾ ഇവിടെ റോഡരികിൽ ചുമ്മാ ഇട്ടിട്ടങ്ങ് പോയേക്കാണ്. ഓടിയും പിടിച്ച് ഒന്ന് നോക്കുന്ന പോലും ഉണ്ട്. എന്തായാലേ ആൾക്കാരിങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. ജോലിക്ക് വേണ്ടിയിട്ടും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ നടന്നു വരുന്നവരെല്ലാവരും കുറേ പേരുണ്ട് അല്ലേടാ? അതെ, ടെസ്ല മോഡൽ 3 ഒക്കെ കാണുന്നുണ്ടായിരുന്നു. ടെസ്ല മോഡൽ 3 ഒക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര ഒരു കണ്ടിട്ടില്ലല്ലോ, കാരണം നമുക്ക് ഭയങ്കര ഒരു ഇതുണ്ടായിരുന്നു ടെസ്ല മോഡൽ 3 ഒക്കെ കാണണം, പുളിയായിരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര മടുപ്പ്, വണ്ടി കൊള്ളിയില്ല ഗൈസ്. പക്ഷേ ടെസ്റ്റിന് എനിക്ക് വലിയ താല്പര്യമില്ല, എന്നാലും ഒരു ചെറിയ ലുക്ക് ഉണ്ടല്ലോ. അതായത് നമ്മൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല, വണ്ടി പോരെ. കിട്ടാത്തവരിങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാവരും പറയുന്നത്. നിനക്കും പിന്നെ അസുഖമില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലട്ടാ അല്ലേ? എലോൺ മസ്ക് എങ്ങനെ നിന്റെ വീഡിയോ കണ്ടാലും അതുകൊണ്ട് പറഞ്ഞു. അതെ എലോൺ മസ്ക് നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഞങ്ങൾ തങ്കഞ്ഞാന്റെ പറമ്പില് റബ്ബറിന്റെ കുഴി എടുക്കാനായിട്ട്. നീ തങ്ങനെ അറിയോ? തങ്കഞ്ഞാണ്ട ഞങ്ങളെ നീ എന്നെ കണ്ടടാ, നീ എന്നെ അറിയോ? നമ്മളിത് നടക്കുമ്പോൾ ദുബായ് സ്ട്രീറ്റുകൾ നടക്കുമ്പോൾ നമ്മൾ താഴെ ഒരിക്കലും നോക്കരുത്. ഇഫ് യു നോ യു നോ. അതൊക്കെ കാണുന്നുണ്ട് ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഇന്നത്തെ ഡേ 1 ദുബായ് എത്തിക്കഴിഞ്ഞ് 2ാമത്തെ ദിവസം, അതായത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത ദിവസത്തിലെ ആദ്യത്തെ ഒരു വ്ളോഗ് അവസാനിപ്പിക്കാൻ നേരമായി. നമ്മളിപ്പോൾ കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് അന്നത്തെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇപ്പം കുറച്ച് മാറി സ്റ്റെയർ കേസിൻ്റെ ഒക്കെ അടുത്ത് വന്നിങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ ഓവറോൾ ഒരു പറയാനായിട്ട്. സോ രാവിലെ തന്നെ എഴുന്നേറ്റ് മെട്രോയുടെ മറ്റേ നോൾ കാർഡ് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയും സിമ്മിൻ്റെ പരിപാടിയൊക്കെ ആയിട്ട് ഇറങ്ങി. മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ടിക്കറ്റ് എടുക്കുന്ന കൗണ്ടറിൽ തന്നെ നിങ്ങൾക്ക് ആരോടും ചോദിച്ചാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ അത്രയൊക്കെ പറഞ്ഞു തന്നാൽ നിങ്ങൾ അവിടെ ചെന്ന് കണ്ട് മനസ്സിലാക്കിയാലേ ഒരു ഇത് കിട്ടത്തുള്ളൂ. ഓക്കെ, അങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം ആദ്യം തന്നെ ഇവിടെ വന്നപ്പോൾ വന്ന് കണ്ട് ചേട്ടന്മാർ നമ്മളോട് പറഞ്ഞത് നമ്മളൊരിക്കലും ഇവിടെ വന്ന ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് വന്നാണെങ്കിൽ ആ ഒരു പൈസയായിട്ട് നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യില്ലെന്നാണ്. അപ്പോൾ അതുപോലെ തന്നെ എക്സ്പെൻസീവ് ആണ് കുറച്ച് ഈ ഒരു ദുബായ് തന്നെ, അങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. സോ അപ്പം പറഞ്ഞു തന്നത് രാവിലെ നോൾ കാർഡും സിമ്മും എല്ലാം എടുത്ത് സെറ്റ് ചെയ്തു, നമ്പരും ഓക്കെ ആക്കി. രാത്രി ഇടണം, ഇപ്പം നാളെ സെറ്റാവുമെന്ന് പറഞ്ഞ്. അപ്പോൾ നമ്മൾ റൂം എടുത്തായിരുന്നു. റൂം എടുത്ത് ഒരു 650 ആയി. നമ്മുടെ ബെഡ് സ്പേസ് ഒരു 10 പേരടങ്ങുന്ന ഒരു റൂമാണ്. അപ്പം ബാക്കിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നോക്കുവാണെങ്കിൽ വീണ്ടും 700 800 എബോവ് അല്ലെ 1000 എബോവ് നമുക്ക് കിട്ടുന്ന കുറേ പരിപാടികളുണ്ട്. അഡ്ജസ്റ്റ് ചെയ്യാൻ നിങ്ങൾ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ 600 എബോവ് ഉള്ള അല്ലെ 500 എബോവ് ഉള്ള ബെഡ് സ്പേസുകൾ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. പിന്നെ ഉള്ളതാണ് ഫുഡിൻ്റെ കാര്യം. നിങ്ങൾക്ക് ഞങ്ങളിവിടെ വന്നപ്പോൾ ഫുഡിൻ്റെ കാര്യം ഓർത്ത് കുറച്ച് സീനാകുമെന്ന് വിചാരിച്ചായിരുന്നു. പിന്നെ അടുത്ത് തന്നെ ഇവിടെ ഞങ്ങളെ ഏൽപ്പിച്ച ചേട്ടൻ, ഞങ്ങൾക്ക് സ്റ്റേ ഒരുക്കി തന്ന ചേട്ടൻ തന്നെ ഞങ്ങൾക്ക് അടുത്ത് തന്നെ ഒരു മെസ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. അത് സെറ്റ് ചെയ്തു. 320 ആണ് AD ഇവിടെ സെറ്റ് ചെയ്തു മന്ത്ലി. ഫുഡെല്ലാം ഭയങ്കര പുളിയൊന്നും പറയാൻ പറ്റത്തില്ല, മോശമൊന്നും പറയാൻ പറ്റത്തില്ല. പൊറോട്ട കഴിച്ചു, ചപ്പാത്തി കഴിച്ചു, ചിക്കനൊക്കെ കഴിച്ചപ്പോൾ എല്ലാം ഇവിടെ മൊത്തം. പിന്നെ ഉണ്ട് എവിടെ തിരിഞ്ഞാലും മലയാളികളാണ്, നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അധികം ഒന്നും കഷ്ടപ്പെടേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ കുറച്ചെങ്കിലും ഇംഗ്ലീഷൊക്കെ അറിഞ്ഞിരിക്കുക, സംസാരിക്കാൻ ഒന്നുകൂടെ ബെറ്റർ ഓപ്ഷൻ ആയിരിക്കും. കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കുറച്ചുകൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്യുക. പിന്നെ ഇവിടുത്തെ കമ്മ്യൂണിറ്റി സിസ്റ്റം ആണെങ്കിലും തന്നെ അത് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല, എല്ലാം പൊളിയാണ്. മെട്രോയുടെ മറ്റേ ഇത് നോൾക്കാർ അടുത്ത് നിന്നാണ്. അപ്പം നാളെ തൊട്ട് അതിൻ്റെ പരിപാടിയും ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. സോ ഡേ 1 ഇതൊക്കെയാണ് നിന്ന് നടന്നത്. വലിയ
പിന്നെ മൊത്തം നടക്കുവാണ് അത്ര നല്ലതല്ല. പിന്നെ ചൂട് അത്യാവശ്യം ഉണ്ട്. എല്ലാവരും ഇവിടെ പറഞ്ഞു തോന്നുന്നു ചൂടൊന്നും അല്ല. വന്നപ്പോൾ ഭയങ്കര വെയിൽ കൊണ്ടിട്ട് പൊള്ളത്തില്ല, ആ ഒരു പരിപാടിയില്ല, പക്ഷേ ഹീറ്റാണ്. അപ്പോൾ ആ ഒരു ഇതാണ് ഫീൽ ചെയ്യുന്നത്. പിന്നെ എന്താ എവിടെ ചെന്നാലും ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ വൈഫൈ ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ മാക്സിമം ഡേറ്റയൊക്കെ നിങ്ങൾ ചെറുതാക്കി എടുത്തിട്ടാണല്ലോ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അധികം എക്സ്പെൻസീവ് ആണ്. ഡേറ്റ ഓപ്ഷനിലൊക്കെ ദുബായ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. വീണ്ടും പറയുന്നു, നാട്ടിൽ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതെല്ലാം ഭയങ്കര എക്സ്പെൻസീവാണ്. നമ്മൾ വിചാരിച്ചിടത്ത് നിൽക്കത്തില്ല സത്യം പറഞ്ഞു. ആ ഒരു ഇതുണ്ട്. കമ്പയർ ചെയ്യുമ്പോൾ ഒരു ഇത് വരുന്നതിന് മാത്രമാണ് കേട്ടോ. കമ്പയർ ചെയ്യുമ്പോൾ മാത്രം നമ്മളവിടെ പിടിച്ചിടത്ത് നിൽക്കത്തില്ല, അല്ലെങ്കിൽ ചിന്തിച്ചിടത്ത് നിൽക്കത്തില്ല, അതുപോലെ പോകും. സോ ഒരു 600 അല്ലെങ്കിൽ 650 AED സ്റ്റേക്ക് വന്നു. ഒരു 300 350 AED ഫുഡിനും മെസ്സിന് പോകാം. അങ്ങനെ കുറച്ച് ഓപ്ഷൻസേ ഉള്ളൂ. പിന്നെ വന്ന അവിടെ തന്നെ ബാക്കിയുള്ള പരിപാടി നോക്കുക, അല്ലെങ്കിൽ അടുത്ത ഏരിയയൊക്കെ ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ നോക്കുക. പറഞ്ഞ പോലെ ഫുഡും കാര്യങ്ങളൊക്കെ നല്ലതേതാ, സാധനങ്ങൾ മേടിക്കാൻ അത്യാവശ്യം കുറഞ്ഞ റേറ്റിൽ കിട്ടുന്ന സ്ഥലങ്ങളേതാ, അതൊക്കെയാണെന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ഇതെല്ലാം പഠിച്ചു വരുന്നേ ഉള്ളൂ, നോക്കി വരുന്നേ ഉള്ളൂ. ഡേ 1 വീഡിയോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളായിരുന്നു. സോ നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട്, നാളത്തെ വ്ളോഗൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നതായിരിക്കും. ഇനിയും ദുബായെ പറ്റി അറിയാൻ. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ അവിടെ എങ്ങനെ സുഖാണല്ലോ അല്ലേ? ഇവിടെ ഈ മറ്റേ സുഖക്കുറവല്ലാതെ